ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പറാത്തയുടെ റെസിപ്പിയാണ് കേട്ടോ. കുഴക്കാനും പരത്താനൊന്നും നിൽക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കുക. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടതാ ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ നല്ലോണം വേവിച്ച് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ച് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പൊടിയിലേക്ക് ഒരു 1.25 ഗ്ലാസോളം വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നല്ല രീതിയിൽ കുഴച്ചിട്ട് മാവാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് ഇത് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെയ്യും കൂടെ എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മാവ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അധികമായിട്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികമായിട്ട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അധികമായിട്ട് ഓവറായിട്ട് പരത്തി കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് മേലെ കൂടെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ ഏതാച്ചാൽ യൂസ് ചെയ്യുക. ഞാനിവിടെ 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തേത് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര വലിപ്പം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആക്കി കൊടുക്കാൻ. എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു പാനാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ പരത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ഇതുപോലെ എല്ലാതും തിരിച്ചു മറിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ലോ ടു മീഡിയത്തിലാക്കിയിട്ടൊന്ന് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്